നമ്മൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? പലർക്കും കല്യാണം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സങ്കല്പങ്ങളാണ്. കാരണം ഇന്ന ഡ്രസ്സായിരിക്കണം, അല്ലെ ബ്രൈഡിൻ്റെ എൻട്രി, അല്ലെ ഗ്രൂം ഇരുന്നു കൊണ്ട് മുട്ടുകുത്തിയിട്ട് ഫ്ലവർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ താലി കെട്ടുന്ന സമയത്ത് എല്ലാവരും കൂടെ ആർപ്പ് വിളിക്കുന്നത്, കുറേ ഫോട്ടോസ് വീഡിയോസ്, അത് ഇൻസ്റ്റയിലിടുക, സ്റ്റോറി ഇടുക, ആളുകളൊക്കെ അറിയിക്കുക, ഇങ്ങനെ ഭയങ്കര സംഭവങ്ങളായിട്ട് കാണുന്നവരുണ്ട്. ചിലർ കാണുന്നത് ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഒരു നല്ല ജീവിതം, എന്നും ഹാപ്പി ആയിട്ടുള്ള ലൈഫ്, അല്ല അവസാനമാണ് ഇവർ ഒന്നിക്കുന്നത് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ ഹാപ്പി ആയിട്ടാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ കുറേ കോൺസെപ്റ്റാണ് പലരുടെയും ഉള്ളിലുള്ളത്. വിവാഹം എന്നത് യഥാർത്ഥത്തിൽ ഒരുമിച്ചുള്ളൊരു ജീവിതമാണ്. രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, ഒരുപാട് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു ജീവിതം. ഞാൻ, നീ എന്നതിന് പകരം നമ്മൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു ജീവിതം. നമ്മൾ ഇത്രയും കാലം ജീവിച്ച പോലുള്ളൊരു ജീവിതമല്ല അവിടെ കാണാൻ പറ്റും. കാരണം നമ്മൾ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. അതിനി ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ആളുമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത ആ ഒരു ഈസിനെസ്സിലാവില്ല, അതേ ഒരു റൊട്ടീനിലായിരിക്കില്ല ഒരിക്കലും കാര്യങ്ങൾ പോകും. നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാനും കൂടുതൽ അർത്ഥവത്താക്കാനും കൂടുതൽ സാക്ഷ്യപ്പെടുത്താനും ഒക്കെ തന്നെയാണ് പരസ്പരം ഇണകളായി ജീവിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഓരോ ചെറുതും വലുതുമായിട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചടങ്ങ് മാത്രമല്ല, ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമ്മൾ അവർക്കും അവർ നമുക്കും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. നീ ലഞ്ച് കഴിച്ചോ, നീ എവിടെ ഉള്ളത്, നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ചെറിയ ചോദ്യങ്ങൾ പോലും ലൈഫിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ലൈഫ് കൂടിയാണ് ശരിക്കും വിവാഹ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ വിവാഹം കഴിച്ചവരാണെങ്കിൽ വിവാഹം കഴിച്ചത് എന്തിനാണ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും.